നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2016 തങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചപ്പോൾ ആ മാതാപിതാക്കൾ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് അതിൻ്റെ പേഴ്സണൽ ബ്യൂട്ടി കെയർ സാധനങ്ങൾ വാങ്ങിയപ്പോൾ അവർക്കതിൽ തൃപ്തി വന്നില്ല. കാരണം അതിലെല്ലാം മായമുണ്ടെന്ന് അവർ വിശ്വസിച്ചു. അപ്പോൾ തങ്ങളുടെ കുഞ്ഞിന് പറ്റിയ മായമില്ലാത്ത നല്ല ഒരു ബ്യൂട്ടി കെയർ ഉൽപ്പന്നം വേണമെന്ന് അവർ ആഗ്രഹിച്ചു. അതിനെന്ത് ചെയ്യണം എന്നുള്ള അവരുടെ ആലോചനയിൽ നിന്നാണ് ഹൊനാസ കൺസ്യൂമർ ലിമിറ്റഡ് എന്ന ഈ കമ്പനി രൂപം കൊള്ളുന്നത്. അവരുടെ ആദ്യ പ്രോഡക്റ്റായിട്ടുള്ള മാമ എർത്ത് എന്ന ബ്യൂട്ടി കെയർ വസ്തുവും ആദ്യമായിട്ട് രൂപം കൊണ്ടത് അങ്ങനെയാണ്. അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞു വരുന്നത് ഹൊനാസ കൺസ്യൂമർ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷമാണ്. ഹൊനാസയുടെ പ്രോഡക്റ്റാണ് മാമ എർത്ത് മുതലായിട്ടുള്ള നിരവധി പ്രോഡക്റ്റുകൾ. അപ്പോൾ ഈ കമ്പനി ഒക്ടോബർ 31 മുതൽ നവംബർ 2 വരെയാണ് ഇതിൻ്റെ ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 1701 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൽ 365 കോടി രൂപയ്ക്കുള്ളത് ഫ്രഷ് ഓഹരികളുമാണ്, ബാക്കി ഓഫർ ഫോർ സെയിലുമാണ്. അപ്പോൾ ഈ കമ്പനിയുടെ വിശേഷമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കതിലേക്ക് പോകാം. ഹൊനാസ കൺസ്യൂമർ ലിമിറ്റഡ് ഇത് 2016 രൂപം കൊണ്ട കമ്പനിയാണെന്ന് പറഞ്ഞു. ഇവരുടെ പ്രധാന പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ഓൺലൈനിൽ നമുക്ക് ലഭ്യമാണ്. അത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, യുവതി യുവാക്കൾക്കും വളരെ പ്രിയപ്പെട്ട മാമ എർത്ത്, ഡെർമാക്കോ, അതുപോലെ തന്നെ അക്വാലോജിക്ക, ഡോക്ടർ സെയ്റ്റ്സ്, ആയുഗ, ഇങ്ങനെയൊക്കെയുള്ള നിരവധി പ്രൊഡക്റ്റുകളാണ് കമ്പനിക്കുള്ളത്. ഹൊനാസ കൺസ്യൂമർ എന്ന് പറഞ്ഞ ഈ കമ്പനി ഇന്ത്യയിലെ 2022 ആദ്യത്തെ യൂണിക്കോൺ കമ്പനിയാണ്. യൂണിക്കോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ $1 ബില്യൺ വാല്യൂ ഉള്ള കമ്പനികളെയാണ് സാധാരണയായിട്ട് യൂണിക്കോൺ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇത് അങ്ങനെയുള്ള ഒരു യൂണിക്കോൺ കമ്പനിയാണ്. സെക്വയ ക്യാപിറ്റൽ ഇന്ത്യയും പിന്നെ സഫീന SA, ഫയർ സൈഡ് വെഞ്ചേഴ്സ്, സ്റ്റെല്ലാരിസ് വെഞ്ചേഴ്സ് പാർട്ട്നേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള വലിയ ഫണ്ടുകളുടെ പിന്തുണയോടുകൂടിയാണ് ഈ കമ്പനി, ഈ സ്റ്റാർട്ടപ്പ് കമ്പനി ഒരു യൂണിക്കോൺ ആയിട്ട് മാറിയത്. ഇവർ ഈ അടുത്ത കാലത്ത് ബി ബ്ലണ്ട് എന്ന് പറഞ്ഞ ഒരു കമ്പനിയെ അക്വയർ ചെയ്തിട്ടുണ്ട്. ബി ബ്ലണ്ട് എന്ന് പറഞ്ഞാൽ ഭവാനി ബ്ലണ്ട് ഹെയർ ഡ്രസ്സിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഇത് കൂടാതെ മോം പ്രസോ എന്നൊരു കമ്പനിയുടെ അവരുടെ ഒരു കണ്ടന്റ് പ്ലാറ്റ്ഫോം ഇവർ അക്വയർ ചെയ്തിട്ടുണ്ട്. ആദ്യമെല്ലാം പ്രൊഡക്റ്റുകൾ ഓൺലൈനായിട്ടാണ് വ്യാപാരം നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ഓഫ്ലൈനായിട്ടും ഹൊനാസ കൺസ്യൂമറിൻ്റെ ഈ പ്രൊഡക്റ്റുകൾ, മാമ എർത്ത് പോലെയുള്ള പ്രൊഡക്റ്റുകളെല്ലാം ലഭ്യമാണ്. കമ്പനിയുടെ ഏറ്റവും പുതിയ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ ബേബി കെയർ, ഫേസ് കെയർ, ബോഡി കെയർ, അതുപോലെ തന്നെ ഹെയർ കെയർ, കളർ കോസ്മെറ്റിക്സ്, പിന്നെ ഫ്രാഗ്രൻസ്, ഇതെല്ലാം തന്നെ അതിൽ ഉൾപ്പെടുന്നതാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഹൊനാസ കൺസ്യൂമറിൻ്റെ റവന്യൂ 2021 2023 ഇടയിൽ 80.14% വളർച്ചാ നിരക്കാണ് നേടിയിട്ടുള്ളത്. അതായത് 2021 459.99 കോടി രൂപയായിരുന്ന റവന്യൂ 2023 ആയപ്പോഴത്തേക്ക് 1492.75 ആയിട്ട് വർദ്ധിച്ചു എന്നുള്ളതാണ്. അതേസമയം ഇതേ രീതിയിലുള്ള മറ്റു കമ്പനികളുടെ ഈ സമയത്തെ CAGR അല്ലെങ്കിൽ ഗ്രോത്ത് റേറ്റ് വെറും 28% മാത്രമായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ കഥയിലെ ആ ദമ്പതികളെ ഒന്ന് പരിചയപ്പെടാം. അതായത് ഈ കമ്പനിയുടെ പ്രൊമോട്ടർമാർ വരുൺ അലഗ്, ഹേസൽ അലഗ്, ഇവർ രണ്ടുപേരുമാണ് ആ ദമ്പതികൾ. അവരുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല സുന്ദരനും സുന്ദരിയുമായിട്ട് അവരുടെ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രൊഡക്റ്റുകളാണല്ലോ. എന്തായാലും അവരുടെ മകൻ്റെ പേര് അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ പേര്, 2016 ജനിച്ച കുഞ്ഞിൻ്റെ പേര് അഗസ്ത്യ എന്നാണ്, ആൺകുഞ്ഞാണ്. ഇഷ്യൂവിന് തൊട്ട് മുമ്പ് ഇവരുടെ കൈവശം 37.41% ഓഹരികളാണ്. ഇഷ്യൂ കഴിയുമ്പോൾ ഈ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ 35.34% ഓഹരികളായിരിക്കും ഉണ്ടായിരിക്കുക.
ഹൊനാസ കൺസ്യൂമറിൻ്റെ ഈ ഇഷ്യൂ വഴി 1701.44 കോടി രൂപയാണ് റേസ് ചെയ്യപ്പെടുന്നതെങ്കിൽ അതിൽ 1336.44 കോടി രൂപയും ഓഫർ ഫോർ സെയിലാണ്. അതായത് ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് കുറച്ച് ഓഹരികൾ വിൽക്കുന്നുണ്ട്. അതുകൂടാതെ ആദ്യകാലത്ത് കമ്പനിയെ സഹായിച്ചിട്ടുള്ള ഫണ്ടുകളും പിന്നെ ചില ഇൻവെസ്റ്റേഴ്സും ഓഹരികൾ വിറ്റഴിക്കുന്നുണ്ട്. ഇതിൽ പ്രൊമോട്ടേഴ്സ് നമുക്കറിയാം, വരുൺ അലഗും ഗേസൽ അലഗും അവരുടെ കൈവശമുള്ള ഓഹരികൾ കുറേശ്ശെ വിൽക്കുന്നുണ്ട്. അതുകൂടാതെ ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൽ ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർ കൂടിയായിട്ടുള്ള ശില്പ ഷെട്ടി ആദ്യകാലത്ത് 5 കോടി രൂപയാണ് ഇതിൽ മുടക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ അതിൻ്റെ 8 ഇരട്ടിയാണ് അവർക്ക് ലഭിക്കുന്നത്. അതുകൂടാതെ കുനൽ ഭായ്, രോഹിത് ബൻസാൽ അവർ 11 ലക്ഷം ഓഹരികളാണ് അവർ ഈ അവസരത്തിൽ വിൽക്കുന്നത്. അതുകൂടാതെ ഫണ്ടുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഫയർ സൈഡ് വെഞ്ചേഴ്സ് ഫണ്ട്, പിന്നെ സഫീന ആൻഡ് സ്റ്റെല്ലാരിസ്, ഈ ഫണ്ടുകളാണ് ഇപ്പോൾ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഓഹരികൾ വിറ്റഴിക്കുന്നത്. അങ്ങനെയാണ് 1336.44 കോടി രൂപ അവർ ഓഫർ ഫോർ സെയിലായിട്ട് റേസ് ചെയ്യുന്നത്. ഇനി ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴി ലഭിക്കുന്ന 365 കോടി രൂപ എങ്ങനെയാണ് കമ്പനി വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ പ്രധാനമായിട്ടും അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട്, അതായത് ഈ ബ്രാൻഡുകളുടെ എല്ലാം വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ പണം മുടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ EBOs അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ബ്രാൻഡ് ഔട്ട്ലെറ്റ്സ് തുടങ്ങാനായിട്ട് ഈ ഫണ്ട് ഉപയോഗിക്കും. അതുകൂടാതെ ബി ബ്ലണ്ട് എന്നുള്ള അവരുടെ സബ്സിഡിയറി കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ജനറൽ കോർപ്പറേറ്റ് പർപ്പസ് എന്ന് പറയുമ്പോഴത്തേക്കും മറ്റ് സമാന രീതിയിലുള്ള കമ്പനികളുടെ ഏറ്റെടുക്കലും അങ്ങനെയൊക്കെയുള്ള ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് കോർപ്പറേറ്റ് എക്സ്പെൻസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇനി ഇവിടെ കമ്പനിയുടെ ഫിനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ ഒട്ടും ആശാവഹമല്ലാത്ത കണക്കുകളാണ് ഇവിടെ കാണുന്നത്. റവന്യൂവിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഉള്ള ഇടിവാണ് നെറ്റ് ഇൻകത്തിൽ കാണുന്നത്. കമ്പനിയുടെ ലാഭത്തിൽ കാണുന്നത് വലിയ ഇടിവുമാണ്. ഇതാണ് കമ്പനിയുടെ ഫിനാൻഷ്യൽസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. ഏകദേശം 104%-ലധികം വർധനവ് റവന്യൂവിൽ ഉണ്ടാവുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെയുള്ള ഇടിവാണ് നെറ്റ് ഇൻകത്തിൽ കമ്പനിക്ക് ഉണ്ടായിട്ടുള്ളത്. 2021 റവന്യൂ 459.99 കോടി ഉണ്ടെങ്കിൽ അത് 2022 943.43 ആയിട്ട് വർദ്ധിക്കുന്നുണ്ട്. അത് 1492.75 ആയിട്ട് 2023 വർദ്ധിച്ച് നമുക്ക് കാണാം. എന്നാൽ അറ്റാദായം നോക്കുക, 1332.22 എന്ന നഷ്ടമാണ് 2021 കമ്പനിക്കുള്ളത്. അത് കോവിഡ് മൂലമൊക്കെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. പിന്നെ 2022 അതിൽ നിന്ന് കരകയറി 14.44 കോടി രൂപയായിട്ട് കമ്പനിയുടെ ലാഭം മാറിയിട്ടുണ്ടെങ്കിൽ 2023 വീണ്ടും നഷ്ടത്തിലേക്കാണ് കമ്പനി കൂപ്പുകുത്തിയിരിക്കുന്നത്. 150.97 കോടിയുടെ നഷ്ടമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ കമ്പനിയുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ. ഇനി ഹൊനാസയുടെ ലിസ്റ്റഡ് പിയർ കമ്പനികളൊക്കെ എല്ലാം തന്നെ വമ്പൻ കമ്പനികളാണ്. ഹിന്ദുസ്ഥാൻ ലിവർ, കോൾഗേറ്റ് പാമലീവ്, P&G ഹൈജീൻ ആൻഡ് ഹെൽത്ത് കെയർ, ഡാബർ ഇന്ത്യ, മാരിക്കോ, ഗോദ്രേജ് കൺസ്യൂമർ, ഇമാമി ലിമിറ്റഡ്, ബജാജ് കൺസ്യൂമർ, പിന്നെ ഗില്ലറ്റ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇവരുടെ പിയർ കമ്പനികളായിട്ട് വരും. അതിൻ്റെ ബേസിക് EPS ആണ് തൊട്ടടുത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് തന്നെ കമ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ബുക്ക് റണ്ണിംഗ് ലീഡ് മാനേജേഴ്സ് കോട്ടക് മഹീന്ദ്ര, സിറ്റി ഗ്രൂപ്പ് ഗ്ലോബൽ മാർക്കറ്റ്, പിന്നെ JM ഫിനാൻഷ്യൽസ്, JP മോർഗൻ, ഇതെല്ലാമാണ്. രജിസ്ട്രാർ KFin ടെക്നോളജീസ്. ഇനി ഹൊനാസ കൺസ്യൂമറിൻ്റെ IPO ഡീറ്റെയിൽസ് ഒറ്റ നോട്ടത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഒക്ടോബർ 31 മുതൽ നവംബർ 2 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 308 രൂപ മുതൽ 324 രൂപ വരെയാണ് ഇതിൻ്റെ IPO പ്രൈസ് എന്ന് പറയുന്നത്. പ്രൈസ് ബാൻഡ് 365 കോടി രൂപയ്ക്കുള്ള ഫ്രഷ് ഓഹരികളുണ്ട്. അപ്പോൾ ടോട്ടൽ IPO സൈസ് 1701.44 കോടി രൂപയ്ക്കുള്ളതാണ്. 46 ഷെയറുകളാണ് ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. HNIസിനാണെങ്കിൽ 14 ലോട്ട് മുതൽ 67 ലോട്ട് വരെ അപ്ലൈ ചെയ്യാം. റീറ്റെയിലേഴ്സിന് 13 ലോട്ട് വരെ മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഫേസ് വാല്യൂ 10 രൂപയാണ്. ഈ കമ്പനിയുടെ 10% ഓഹരികൾ മാത്രമാണ് റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുള്ളൂ. 75% അവർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. 15% HNIസിന് കൊടുക്കുന്നുണ്ട്. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡേറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് നവംബർ 7 അടുത്ത ദിവസം റീഫണ്ട് കിട്ടുന്നതാണ്. പിന്നെ ഇത് കിട്ടിയവർക്ക് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് 9 വരുന്നതാണ്. പിന്നെ ലിസ്റ്റിംഗ് വരുന്നത്
നവംബർ 10 ഇതിന് ഇവരുടെ എംപ്ലോയീസിന് അവർ ഒരു ഷെയറിന് 30 രൂപ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. എംപ്ലോയീസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ലോസിൽ പോകുന്ന ഒരു കമ്പനിയാണ്. 10% മാത്രമേ എന്തായാലും റീറ്റെയിലേഴ്സിന് ഇവർ അനുവദിച്ചിട്ടുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്ന ഒരു കമ്പനിയാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നു IPOയിൽ. പിന്നെ ഇത് ലിസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും വില താന്നു വരികയാണെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് വേണമെങ്കിൽ ലിസ്റ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റിൽ വില താഴുമ്പോൾ പിടിക്കാവുന്നതേ ഉള്ളൂ. മാമായർത്ത് IPOയുടെ വിശേഷങ്ങൾ കേട്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റുകൾ ചെയ്യണം. നിങ്ങൾ ഈ വീഡിയോ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യണം. നമുക്ക് മറ്റൊരു IPO വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.